മക്കയിൽ നിന്നും ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്വദേശിയായിട്ടുള്ള അമീൻ പാതാരിയാണ്. അദ്ദേഹം വിസ്ഡം മീഡിയ സ്കൂൾ ടീമിലെ ഒരു സജീവ സാന്നിധ്യവുമാണ്. അതോടൊപ്പം ജാമിയ അൽ ഹിന്ദിൽ നിന്നും പഠനം പൂർത്തിയാക്കി ഇപ്പോൾ മക്കയിലെ സുബ്ഹാനി ദഅവ ആൻഡ് ഗൈഡൻസ് സെൻറ്ററിൽ മീഡിയ വിഭാഗത്തിലാണ് അദ്ദേഹം ഇന്ന് ജോലി ചെയ്യുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്തൊക്കെയുണ്ട് വിശേഷം? റാഹത്തല്ലേ? എന്താണ് അൽഹംദുലില്ലാഹ് ഖൈറാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു സമയത്ത് പീസ് റേഡിയോയുടെ ലൈവിൽ നമ്മൾ ഒരുമിച്ച് വരികയാണ്. അപ്പോൾ മക്കയുടെ പരിസരത്ത് നിന്നും പ്രത്യേകിച്ച് ഹാജിമാരൊക്കെ മക്കയിലേക്ക് എത്തിത്തുടങ്ങുന്ന ഈ ഒരു സന്ദർഭത്തിൽ അവിടെ താങ്കൾ എവിടെയാണ്, അവിടെ ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അതുപോലെ അവിടെയുള്ള ജോലിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ പറ്റുമോ? നമ്മളെ ശ്രോതാക്കൾക്കൊക്കെ ഒന്ന് മനസ്സിലാക്കായിരുന്നു. എൻ്റെ പേര് അമീന്. സ്ഥലം പെരിന്തൽമണ്ണ നാട്ടില്. ഇവിടെ മക്കത്ത് അസിസിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ ജോലി ചെയ്യുന്നത് സുബ്ഹാനി ജംഇയ്യത്തു ദഅവത്തി വൽ ഇർശാദ് ബിജനൂബ് മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ജംഇയ്യയാണ്. ദഅവയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഹാജിമാര് ഉംറക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ദർസ് കാര്യങ്ങള്, അവർക്ക് വേണ്ട സഹായങ്ങൾ മൊത്തം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റും കാര്യങ്ങളായിട്ടുള്ള ഒരു ഗൈഡൻസ് സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മക്ക ഹെൽത്ത് ക്ലസ്റ്ററിന് കീഴിലുള്ള അജിയാദ് എമർജൻസി ഹോസ്പിറ്റൽ, അവരുടെ മീഡിയ വിഭാഗം, പ്രത്യേകിച്ച് അവർക്കുണ്ടാവുന്ന വലിയ പ്രോഗ്രാം കാര്യങ്ങൾ, ഇവന്റ് കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന്റെ കോർഡിനേഷനും അതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും ഈ ഒരു ജമിയയുടെ കീഴിൽ തന്നെ നമുക്കുണ്ടായിരിക്കുന്നതാണ്. മാഷാ അല്ലാ, അമീനിക്കനൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് പരിചയമുണ്ട്. നമ്മളെ കോളേജിലെ സീനിയർ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പരിചയമുള്ള ആൾ തന്നെയാണ്. ഏതായാലും നമ്മളെ ശ്രോതാക്കൾക്ക് അറിയേണ്ട കുറേ വിഷയങ്ങളും ഉണ്ട്. അതായത് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സൗകര്യങ്ങൾക്കുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതിൽ നമ്മളെ ഹാജിമാർ താമസിക്കുന്നത് അസീസിയയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ 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 അതെ. അവർക്ക് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർ വ്യാപൃതരായിട്ടുള്ളത്, അതുപോലെ തന്നെ ഹറമിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളും മറ്റും വാഹന സൗകര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഹാജിമാർക്ക് നിലവില് വളരെ നല്ല രൂപത്തിൽ തന്നെ, എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രയാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും നടന്ന് ക്ഷീണിക്കേണ്ടതായ അവസ്ഥകളൊന്നും ഇല്ലാതെ തന്നെ അവരുടേതായ റൂമുകളുടെ അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഹജ്ജിന് ഇപ്പൊ നമ്മളെ അസീസിയ എന്നുള്ള ഭാഗത്താണ് ഏകദേശം നമ്മളെ മലയാളികളെല്ലാം വരുന്നത്. അസീസിയയും അതേപോലെ നസീം എന്നുള്ള രണ്ട് ഏരിയകളിലായിട്ടാണ് നിലവിലുള്ളത്. ഏറ്റവും കൂടുതലുള്ള അസീസിയ ഭാഗത്താണ്. ഈ അസീസിയ ഭാഗത്ത് തന്നെ ഏകദേശം എല്ലാ മൂലകളിലും എന്തുണ്ട്, ബസ് സ്റ്റോപ്പ് കാര്യങ്ങൾ ഇന്ത്യൻ എംബസിയുടെ കീഴിലായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ അവർ സ്വന്തം പ്രൈവറ്റ് ആയിട്ടുള്ള ബസ്സുകളും കാര്യങ്ങളും അവർക്ക് 15 മിനിറ്റ് കൂടുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഏരിയകളിൽ തന്നെ പല ഹോട്ടലുകളും അവർക്ക് നല്ല രൂപത്തിൽ കിട്ടുന്ന ഭക്ഷണങ്ങളും, അതേപോലെ തന്നെ വോളണ്ടറി സിസ്റ്റം ആയിട്ടുള്ള പല ആളുകളും കൊടുക്കുന്ന ഭക്ഷണം, സ്നാക്സ്, അങ്ങനെ വളരെ വിപുലമായ രൂപത്തിൽ ഒരു പട്ടിണി ഒന്നും കിടക്കേണ്ടതില്ലാത്തൊരവസ്ഥയിൽ, ഭക്ഷണം ഉണ്ടാക്കേണ്ട പോലും അവസ്ഥ ഇല്ലാത്ത രൂപത്തിൽ എല്ലാം ലഭിക്കുന്ന ഒരു സമയവുമാണ്. അതോടൊപ്പം തന്നെ നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. ഇപ്പൊ ഏകദേശം 1-2 ദിവസത്തോടു കൂടി ചൂടൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥ ഇപ്പോൾ കണ്ടുവരുന്നും കൂടിയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ചരിത്രപ്രസിദ്ധമായ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് അതെ നമ്മുടെ അതെ അതെ മലയാളികൾക്ക് ഇപ്പോൾ ഹിറാഗ് അടക്കം ഒക്കെ കാണാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടോ? നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നിലവിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് ടൂറിസത്തിന്റെ കീഴില് ജമിയത്ത് മാലിമക്കയുടെ കീഴിലായിക്കൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള ഒരു ഫ്രീ സൗകര്യം നമുക്ക് ലഭിച്ചിരുന്നു. നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ മലയാളി ഹാജികന്മാരെ പ്രത്യേകമായിക്കൊണ്ട് ഫ്രീ ആയിക്കൊണ്ട് നമ്മൾ എന്തുണ്ടായിരുന്നു, എല്ലാ ദിവസവും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, രാവിലെയും വൈകുന്നേരം സമയങ്ങളിലായിട്ട്. ഇപ്പൊ ദുൽഹജ്ജ് 1 പ്രവേശിച്ചതോടു കൂടി അത് ഏകദേശം ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ അതിന്റെ പണികൾ പൂർത്തീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രൊട്ടക്ഷൻ, അതിന്റെ ഫേക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനും ആളുകൾ കയറി കൂടി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളും സീൽ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്ത് വരികയാണ്. ഇപ്പൊ ഏകദേശം ഇപ്പൊ ഇന്നലത്തോടു കൂടി ഓൾമോസ്റ്റ് ഏരിയകൾ ക്ലോസ് ചെയ്തു. ഇനി ഏരിയകളില്ല.
മോസ്റ്റ് ഓഫ് ദം എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്ത് നമുക്കാണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനി ഒരു ഹജ്ജുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷനും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമ്മൾ അതുപോലെ തന്നെ നമ്മളെ ഈ ഹാജിമാരിപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഹറമുമായിട്ട് എത്ര ദൂരമുണ്ട്? അത് അസീസിയ ആ സ്ഥലം ഹറമുമായിട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഏകദേശം? ഏകദേശം 4 കിലോമീറ്റർ ഉള്ളൂ. 4 ഇപ്പൊ കിലോമീറ്റർ. ഇവര് ബസ്സിന് പോവുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിനുള്ളിലായിട്ട് അവർക്ക് ഹറമിലോട്ട് ഡയറക്റ്റ് ആ എത്താവുന്ന ദൂരം തന്നെ ഉള്ളൂ. ആ ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന ജാലിയാത്തിലാണല്ലേ? അതെ അതെ അതെ. അതെ, ജാലിയാത്തിൽ ഹജ്ജുമായിട്ട് ഹാജിമാർക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ജാലിയാത്തിൽ വളരെ നല്ല രൂപത്തിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ഉം. ഏകദേശം 22 രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ദിവസം 500 ടു ഒരു 750 ആളുകൾ ഡെയിലി രാവിലെ മുതൽ വൈകുന്നേരത്തിനായി അവിടെ വരുന്നുണ്ട്. അവർക്ക് വന്ന സമയം തൊട്ട് എക്സിബിഷൻ, ഹജ്ജിന്റെ ചെറിയൊരു രൂപത്തിലുള്ള വിവരണം, മക്കയുടെ ചരിത്രം, ഉം. അതോടൊപ്പം തന്നെ ഇതിനൊക്കെ ശേഷം ഹജ്ജിന്റെ രൂപം ഒരു ലളിതമായ രൂപത്തിൽ അവർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയ QR കോഡ്, അവർക്ക് ഉപയോഗപ്പെടുത്താണ്ട അധികാറുകൾ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന ബുക്കുകളുടെ QR കോഡ്, അതിന് ബുക്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച ശേഷം ഇതൊക്കെ ഈ ഒരു പഠനവും ഈ ഒരു ഒത്തുചേരലൊക്കെ കഴിയുന്നതിന് സമയത്ത് ഭക്ഷണവും ഹദിയകളും ഖുർആന്, മുസ്വല്ല, അതേപോലെ കുത്തൈബകള്, അതേപോലെ തന്നെ അത്തർ എന്നിത്യാദി സാധനങ്ങളൊക്കെ നൽകി അവർക്ക് തിരിച്ച് ഒരു വളരെ പ്ലീസ് പ്ലസന്റ് ആയിട്ടുള്ളൊരു, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മക്കത്ത് വന്ന ഒന്നും കിട്ടിയില്ല, എനിക്ക് പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും കിട്ടി, എന്റെ ഹജ്ജ് തമത്വമായിട്ടുള്ള നല്ല പൂർണ്ണമായ ഒരു ഹജ്ജ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണെന്നുള്ള ഒരു രൂപത്തിലായിരിക്കും അവർ മടങ്ങുന്ന ഒരു സന്ദർഭം നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇന്നലെ വരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് പല ആളുകളും വരുന്നത്. കാരണം ഞങ്ങളെ കൂട്ടത്തിൽ വരുന്ന അധിക രാജ്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊമാലിയ, ആ. ആഫ്രിക്ക, നൈജീരിയ, ഉം, ഉം, ഫലസ്തീന്, ഉം, ഉം. അങ്ങനെ പല ഏരിയകളാണ്. മീൻസ് അവർക്കൊന്നും എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഹജ്ജുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പഠിക്കാനും അതേപോലെ തന്നെ അതുപോലെ നമ്മുടെ ആധുനിക സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, ഉം. ഡിജിറ്റൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പലതൊന്നും അവർക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഉം. നമ്മളെ സംവിധാനങ്ങൾ കാണുമ്പോൾ, നമ്മുടെ സ്റ്റുഡിയോകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സ്ലൈഡ്സുകളും പ്രസന്റേഷനുകളും കാണുമ്പോൾ ഉം. അവർക്ക് വളരെ എന്തോ ഒരു അത്ഭുതം നിറഞ്ഞൊരു സന്ദർഭമായിരിക്കും അതെ, ഉണ്ടാവാറില്ല. ആദ്യമായിട്ട് ഒരു അനുഭവപ്പെടുമ്പോൾ അതെ അതെ. നല്ലൊരു ഒരു നിർവൃതി ഉണ്ടാവും അതിന്. അതെ അതെ. അതെ അതെ. അതുപോലെ തന്നെ ഈ പിന്നെ എന്താ പറയുക, സാങ്കേതിക വിദ്യകൾ ഒരുപാട് സഹായകരമായ രൂപത്തിൽ അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ആപ്പുകൾ, സൈറ്റുകൾ. അതിലിപ്പോൾ ഈ നുസൂക്ക് ആപ്പ് ഉണ്ടല്ലോ, അപ്പം ഞാൻ നാട്ടിൽ അതെ നിന്ന് അതെ. 2 പേർക്ക് കൂടുന്ന അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചെയ്തു ആ ഓക്കെ. പോകണമെന്നാണല്ലോ. അതിൻ്റെ ഒരു സൗകര്യങ്ങൾ എന്തൊക്കെയാണ് നുസൂക്ക് ആപ്പ്? നിലവില് നമ്മുടെ ഹാജിമാർക്കൊക്കെ നുസുക്ക് ആപ്പ് വെച്ചിട്ടാണ് അവരുടെ ഉം. കാർഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതെ ഇവിടെ എത്തിയാൽ അറിയാൻ പറ്റും, നുസുക്ക് കാർഡ് ഇല്ലാതെ നമുക്ക് ഉംറക്ക് പോലും പോകാൻ പറ്റില്ല. ഒരു അതെ ഒരു ഡാറ്റയാണ് നമ്മുടെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഡാറ്റയാണ് നുസുക്ക് കാർഡ് പോലെ. നമ്മുടെ നാട്ടിലൊരു ആധാർ കാർഡ് തന്നെ അതെ അതിനെക്കാട്ടിലും കുറച്ചുകൂടി എന്താണ് അഡ്വാൻസ് പവർഫുൾ ആണല്ലോ. ആയിട്ടുള്ളൊരു ഉം. കാര്യമാണതല്ല. അതിന്റെ ഒരു ഡിജിറ്റൽ വേർഷൻ ആണ് നുസുക്ക് ആപ്പ്. നുസുക്ക് ഉം. ആപ്പില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം ഉണ്ട്. ഒരു ഹാജിയോ അല്ലെങ്കിൽ ഒരു ഉംറക്ക് വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരാണായാലും പെണ്ണായാലും ഈ ഒരു ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നമ്മുടെ നമസ്കാരത്തിന്റെ സമയം, അതാ ബാങ്ക് കൊടുക്കുന്ന സന്ദർഭം, ഉം. അതേപോലെ തന്നെ ഇനിയിപ്പോ ഒരു ഹാജി വരികയാണ്, ഒരു എന്താണ് ഇങ്ങനത്തെ ഒരു ജമിയകൾ ആക്സസ് കിട്ടിയില്ല, അതിൽ ഹജ്ജിനെ കുറിച്ചുള്ള രൂപം, ഉംറയുടെ രൂപം, അതേപോലെ തന്നെ ഹജ്ജിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ, ഹജ്ജിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഹജ്ജിൽ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനി അതൊക്കെ പോട്ടെ, ഇനി മക്കത്തെത്തി, മക്കയിൽ നമുക്ക് ലൊക്കേഷനുകൾ കിട്ടണം, നമുക്ക് പ്രത്യേകമായ ലൊക്കേഷനുകൾ, അതേപോലെ തന്നെ എന്താണ് ഇവിടുത്തെ മഷാറുകൾ, അറഫ, മുസ്ദലിഫ, അതേപോലെ തന്നെ ജബലു ജബലുനൂർ, ജബലുർ റഹ്മ, അതേപോലെ തന്നെ ജബൽ സൗർ, അതേപോലെ തന്നെ മസ്ജിദ് അബൂബക്കർ, അതേപോലെ തന്നെ മസ്ജിദ് ജിന്ന്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളുടെ ലൊക്കേഷനുകൾ കിട്ടാൻ എന്താണ് ഈ നുസുക്ക് ആപ്പ് വളരെ യൂസ്ഫുൾ ആണ്. ഇനി ഉം. അതോടൊപ്പം തന്നെ നമ്മുടെ കാർഡുകൾ, ഉം. നമ്മുടെ പാസ്പോർട്ട് മൈ ഡീറ്റെയിൽസ്, നമ്മുടെ ഫ്ലൈറ്റ് ബുക്കിങ്സ്, നമ്മുടെ ഹോട്ടൽ ബുക്കിങ്സ്, അതേപോലെ തന്നെ ഇനിയിപ്പോ നമ്മള്
മദീനയിലോട്ട് പോവുകയാണെങ്കിൽ റൗദയിലോട്ട് കയറാനുള്ള പെർമിറ്റ്, ഇനിയിപ്പോൾ നമ്മളൊരു ഉംറയായിട്ട് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് ഉംറ പെർമിറ്റ് എടുക്കേണ്ടി വരും. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും. ഇനി അതല്ല, നമുക്കിപ്പോൾ നമസ്കാരത്തിന്റെ സമയം അറിയില്ല, ജസ്റ്റ് അതിൽ കയറിയാൽ എന്ത് ചെയ്യും, നമസ്കാരത്തിന്റെ സമയം. ഒരു ഓൾമോസ്റ്റ് ഒരു ഹാജിക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു ഉംറക്ക് വരുന്ന ഒരാൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ആപ്പാണ് ഉം. നുസുക്ക് ആപ്പ് എന്നുള്ളത്. അതെ, ആരെങ്കിലും മിസ്സായി പോവുക അങ്ങനെ എന്താ ആയി കഴിഞ്ഞ സംഗതി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ സുഖമാണ്. അതെ അതെ, അതിൽ ഉം. ഉപയോഗിക്കാറുണ്ട്. അതിൽ തന്നെ അവരുടെ കോണ്ടാക്ട് സപ്പോർട്ട് ചെയ്യാവുന്ന ആളുകളും 24 hours നമുക്ക് അതിൽ അവൈലബിൾ ആണ്. ഉം. ഓക്കെ. അതേപോലെ പിന്നെ ഇപ്പോൾ സ്റ്റുഡിയോയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഒരു മീഡിയ വിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം വന്ന ഹാജിമാർക്ക് എന്തൊക്കെ ഇങ്ങനെ ഈ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റി? നേരത്തെ കുറച്ച് സ്ലൈഡിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു, അത് കൃത്യമായൊരു രൂപം അതിനുണ്ടാവും അല്ലേ? നിലവില് അൽഹംദുലില്ലാ എനിക്ക് കുറച്ച് ഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഹറമിലെ ഇമാമുമാരുടെ ഒരു പ്രത്യേകമായ ഒരു പ്രോഗ്രാം, ഇമാമുദ്ദഅവ എന്നുള്ള പേരിൽ ഷെയ്ഖ് സുദൈസിന്റെ വീടിനടുത്തുള്ള പള്ളിയിൽ നമ്മുടെ ഇരു ഹറമുകളും, മക്കയിലെയും മദീനയിലെയും ഹറമിലെ ഇമാമുമാരുടെ ദർസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കണം. ഉം. അപ്പൊ ആ ഒരു ദർസുകളുടെ ക്ലാസ്സുകൾ നമുക്കത് റീൽസ് ആക്കി ഇറക്കാനുള്ള ഭാഗ്യം അൽഹംദുലില്ലാ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ. ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഇന്നും അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉം. പിന്നെ രണ്ടാമത്തേത് ഹറമേനുമായി ബന്ധപ്പെട്ട അവരുടെ ഡിസൈന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും, അറഫയിലായാലും മിനയിലേക്കായാലും അല്ലാത്ത മക്കയുമായി ബന്ധപ്പെട്ട ഡിസൈനും കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട പണികൾ ഉം. നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഹാജിമാർക്ക് വേണ്ടിയിട്ടുള്ള സ്ലൈഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഉംറയുമായി ബന്ധപ്പെട്ട മനാസിക്കുൽ ഹജ്ജ്, ഉംറയുടെ ലളിതമായ രൂപങ്ങളുടെ ചില ആനിമേഷൻ ടൈപ്പ് സ്ലൈഡ് കാര്യങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന പണികളുണ്ട്. ഉം. അപ്പോൾ വലിയ ക- വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഒരു നല്ലൊരു സംഗതിയാണിത്. ഈ ഒരു സൗഭാഗ്യം വളരെ കൂടിയാണ്. അപൂർവങ്ങളിൽ കിട്ടുന്ന ഒരു വലിയ അവസരങ്ങളാണ് ഹജ്ജിന്റെ മാഷാ അല്ലാ. സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഗവൺമെന്റുമായി ഡയറക്റ്റ് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ, പ്രത്യേകിച്ച് ആ ഒരു സന്ദർഭത്തിൽ ഇവിടെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ എന്താണ് അധികം ആരും ഇല്ലാത്തൊരു സന്ദർഭവും, എന്നാൽ വളരെ വൃത്തിയായി ചെയ്തു കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതെ അതെ അതെ, ഉം. ഇരു ഹറമിലെ ഇമാമികളൊക്കെ കാണാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. ഇല്ല, ആ. കാണാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ല ഉം. ഇന്ന് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. മാഷാ അല്ലാ, അതൊക്കെ ഒരു ആ. ഭാഗ്യം തന്നെയാണ്. കാരണം അവർ പോകുന്ന സമയത്ത്, നമ്മൾ ഉംറക്ക് പോകുന്ന സമയത്ത് തന്നെ ഇമാമിങ്ങളെ നിസ്കരിക്കാൻ ഇമാമത്ത് നിന്ന് കഴിഞ്ഞാൽ സെക്യൂരിറ്റി നോക്കുന്നവരെ ഒരു പ്രശ്നമായിട്ട് അതെ. മാറ്റാറുണ്ട്. ഉം. നോക്കാൻ തന്നെ പാടില്ല എന്നുള്ള നിലയ്ക്ക് അതെ പെട്ടെന്ന് കൊണ്ടുപോകാറുണ്ട്. അതെ അതെ. അപ്പോൾ അതൊരു ഭാഗ്യമാണ് പക്ഷെ ഏതായാലും. ഇവിടെ നടക്കുന്ന ദർസിനൊക്കെ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. നമുക്ക് അവിടെ പോയി ഇരുന്ന് ക്ലാസ് കേൾക്കാനും അതെ യാതൊരു പ്രയാസം കാര്യങ്ങളില്ല. ഒരുപാട് ദർസുകളൊക്കെ അവിടെ ഉണ്ടാവും. അതേപോലെ നമ്മുടെ ഈ AI ഒക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ സംവിധാനങ്ങളുണ്ടോ അതിൻ്റെ ഇവർക്ക് സഹായകരമായിട്ട്? അൽഹംദുലില്ലാ ഹജ്ജുമായി ബന്ധപ്പെട്ട് AI സംവിധാനങ്ങൾ വളരെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉം. ഏത് വെച്ച് കഴിഞ്ഞാല് AI സംവിധാനമായിട്ടുള്ള എന്താണ് സർവിലൻസ് ക്യാമറകൾ, ഓ. അവിടുത്തെ CCTV കാര്യങ്ങൾ മൊത്തത്തിൽ AI ബേസ്ഡ് ആണ്. ഉം. അത് വെച്ചാൽ ഹറമിന്റെ എല്ലാ ഭാഗവും, ഉം. അഥവാ മസ്ജിദുൽ ഹറമിന്റെ ഉള്ളിലെ എല്ലാ ഭാഗങ്ങളും വളരെ ഒരാളെ ചില സമയത്ത് പല ഫേക്ക് ആളുകൾ വരാറുണ്ട്, പല ഉം. പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതുണ്ട്, ചിലത് ആളുകൾ മിസ്സാവുന്ന വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഈ സർവിലൻസ് ക്യാമറ വെച്ച് ഒരാളെ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ഉം. ഡീറ്റെയിൽസ് കാര്യങ്ങൾ ലഭിക്കുന്ന രൂപം നിലവിൽ വന്നുകൊണ്ടിരിക്കുക. അതോടൊപ്പം ഡ്രോണുകൾ, ഉം. സർവിലൻസ് ഡ്രോണുകൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ നിലവിൽ AI ബേസ്ഡ് ആയിട്ട് കുറെ ആപ്സുകൾ ഇറങ്ങിയിട്ടുണ്ട്. മനാസിക് എന്ന പേരിൽ ഉം. AI ആപ്പുകൾ ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽ മഖ്സദ് പറഞ്ഞ ആപ്പ് ഉണ്ട്. AI മനാസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI റോബോട്ടാണ്. ഉം. ഷെയ്ഖ് സുദൈസ് ഇപ്പൊ അടുത്ത് റിവീൽ ചെയ്ത ഒരു ആപ്പാണ്. മനാസിക് ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു സഹായി, ഖുറാൻ പഠന സഹായിയാണ്. ഓ. നമുക്കതിൽ ഖുറാൻ ഓതുവാനും അതിന്റെ ഖുറാനിലെ തജ്വീദ് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടിയുള്ള ഒരു ഉം. AI ആപ്പാണ് ഇപ്പൊ നിലവിലുള്ളത്. അതേപോലെ തന്നെ AI മഖ്സദ് ആപ്പ് ഉണ്ട്. ഉം. നമ്മുടെ റൂട്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടി നാവിഗേഷൻ മാപ്പ് പോലെ ഉം. മക്കയിലെ ഒള്ളി മക്കയിലെ ഏതു ഭാഗത്തേക്കുള്ള പോകാം. നാവിഗേഷൻ മാപ്പ് പോലെ ഇറങ്ങിയിട്ടുണ്ട്. ഉം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. മലയാളികളായിട്ടുള്ള ഹാജിമാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവരെ ഒരു അഭിപ്രായം എന്താണ്? അവർ ഹാപ്പിയാണോ?
മലയാളി ഹാജിമാര് അൽഹംദുലില്ലാ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ലഭിച്ച് ഒരു പ്രയാസവും ഇല്ലാതെ അൽഹംദുലില്ലാ ഹറമിലോട്ട് പോകുന്നു വരുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ നിർവഹിക്കാനോ അതേപോലെ തന്നെ അവരിപ്പോ ഹജ്ജിന് വേണ്ടി പ്രവേശിക്കാൻ പോവാണല്ലോ ഉം. ഇൻഷാ അല്ലാ ഉം. ദുൽഹജ്ജ് 8-ന്. അപ്പൊ അതിനു മുമ്പായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉം. ഇപ്പോ അതിനെല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട്. അതെ അവർക്ക് അതെ. ഏതുവരെ വെച്ച് കഴിഞ്ഞാല് ഈ AI സംവിധാനത്തിന്റെ ഉപകാരം കൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഒരു ബെൽറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഉം. ബെൽറ്റ് വെച്ചിട്ടാണ് അവരുടെ ഈ കാർഡ് സിസ്റ്റം അവരെ ഉം. എൻട്രി ആൻഡ് പുറത്തിറങ്ങുന്നതൊക്കെ ജസ്റ്റ് അവർ പാസ് ചെയ്താൽ മതി. ഉം. അതൊക്കെ ഉം. അവരുടെ എന്ത് ചെയ്യും ഈ ബെൽറ്റ് AI ഡിറ്റക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും അവരുടെ ഉം. ഡീറ്റെയിൽസ് എടുക്കും. ഇനി അതല്ല ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് കാര്യങ്ങൾ പോകുന്ന രൂപത്തിലാണ് നിലവിലുള്ളത്. ഉം. അതുകൊണ്ട് വെച്ചാൽ ഹാജിമാർക്ക് എവിടെ നിന്ന് തങ്ങി നിന്ന് പ്രയാസപ്പെടേണ്ട ഒരു സാഹചര്യം പോലും അവർക്ക് വരുന്നില്ല. അതെ അതെ. ഉം. അഡ്വാൻസ്ഡ് ആയതുകൊണ്ടുള്ള മെച്ചങ്ങളാണ് ഇതൊക്കെ. സംവിധാനങ്ങളാണ് അതെ അല്ലേ? മാഷാ അല്ലാ. അതേപോലെ പിന്നെ ഇപ്പോൾ നിങ്ങളെ നാട്ടിൽ അമീൻ പാതാരി എന്നാണല്ലേ? പാതാരി എന്നുള്ള വീട്ടുപേരാണോ? വീട്ടുപേര പാതാരി അത്തിക്കോട്ടിൽ നിന്നാണ് ശരിക്ക്? അല്ലല്ല പാതാരി തന്നെ വീട്ടുപേര്. പാതാരി തന്നെയാണല്ലേ? ഓക്കെ ഓക്കെ. ഏതായിരുന്നാലും ഇൻഷാ അല്ലാ ഇത്രയും സമയം ഇപ്പം നിങ്ങൾ ഈ ഹജ്ജിൻ്റെ സമയത്ത് അല്ലാത്ത സമയത്ത് ഡ്യൂട്ടി എങ്ങനെയാണ്? സ്റ്റുഡിയോ വർക്കുകളാണോ അങ്ങനെ? നിലവില് നമുക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഹജ്ജും ഉംറയാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാംസ്. നമുക്ക് റമദാൻ ഹജ്ജിലായിരിക്കും പ്രത്യേകം ഫുൾ ടൈം വർക്ക് കാര്യങ്ങൾ ഉണ്ടാവുക. ഉം. അല്ലാത്ത സമയത്ത് നമ്മുടെ മക്കയിലെ ഷെയ്ഖുമാരുടെ ദർസുകൾ ഉണ്ടാവും. ഉം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ജാമ്യകളിൽ അഥവാ പള്ളികളിൽ ഉം. ഉം. ഷെയ്ഖുമാരുടെ ദർസുകൾ ഉണ്ടാവും. അഥവാ വിസാറത്തുൽ ഹജ്ജ് വൽ ഉംറയുടേതോ അല്ലെങ്കിൽ വിസാറത്ത് ഷൂൻ ഇസ്ലാമിയുടെ കീഴിലായിട്ടുള്ള ഉം. ക്ലാസ്സുകൾ ഉണ്ടാവും. ഉം. ഇന്ന സബ്ജക്റ്റുകൾ എടുക്കണം. ഉം. ഇപ്പോ ഹജ്ജ് ആയതുകൊണ്ട് നമുക്കിപ്പോ നിലവിലെ റെക്കോർഡിങ്ങുകളുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഹജ്ജുമായി ബന്ധപ്പെട്ട അതിന്റെ ഫളായിലുകൾ അതിന്റെ അഹ്കാമുകള് ഉം. അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്ന ദർസുകൾ എന്ത് ചെയ്യണം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഷെയ്ഖുമാർ എടുക്കണം. ഉം. ഉം. അപ്പൊ അതിന്റെ റെക്കോർഡിങ്ങുകൾ ചെയ്യുന്നത് നമ്മുടെ ജമിയയുടെ കീഴിലാണ്. അപ്പൊ നമ്മളങ്ങനെ എന്ത് ചെയ്യണം അവരുടെ പോയിട്ട് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യണം. ഉം. മലയാളികളല്ല നിങ്ങളല്ലാതെ മലയാളികൾ ഉണ്ടോ കൂടെ? നിലവില് മീഡിയ വിഭാഗത്തില് ഞാൻ മാത്രം തന്നെ ഉള്ളൂ. നിലവിൽ നമുക്ക് ഏകദേശം ഇവിടെ 22 ജമിയകൾ നിലവിലുണ്ട്. അപ്പൊ അതിന്റെ ഏകദേശ ഭാഗങ്ങളിലെ ജമിയക്കാരും നമ്മുടെ ജമിയയുമായിട്ടാണ് എന്ത് ചെയ്യണം കൊളാബ് ചെയ്തിട്ട് മീഡിയ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും വലിയൊരു ഉത്തരവാദിത്വവും അതോടൊപ്പം തന്നെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് കൂടി ചെയ്യാനാണല്ലോ ഇത്. അങ്ങനെയുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടിയതിൽ അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹിനെ സ്തുതിക്കാം. എല്ലാവരും ഇത്രയും നേരം നമ്മുടെ കൂടെ ഈ മക്കയിലെ പ്രത്യേകിച്ച് ഈ ഹജ്ജിൻ്റെ സമയത്തുള്ള വിശേഷങ്ങളുമായി കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അമീൻ പാതാരി ആണ്. ഏതായിരുന്നാലും ജസാക്കല്ലാഹ് ഖൈർ. പ്രത്യേകിച്ച് ദുആ ചെയ്യണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പുണ്യസ്ഥലത്ത് നിന്നുള്ള പ്രാർത്ഥന. ഇൻഷാ അല്ലാഹ് ഫീസ് റേഡിയോയ്ക്ക് വേണ്ടിയിട്ടും അതിൻ്റെ പിന്നിലെ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടും ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.